ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 42-43 ആയത്തുകൾ. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കുകയും സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്, നിങ്ങൾ അറിവുള്ളവരുമാണല്ലോ. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും തല കുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തല കുനിക്കുകയും വേണം. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. وأنتم മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. ആയത്തിന്റെ അവസാന ഭാഗത്തിൽ നീട്ടുന്നത് 2, 4, 6 ഹർക്കത്തിന്റെ അളവിൽ നമ്മുടെ പാരായണത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് നീട്ടാവുന്നതാണ്. ഇസ്രയേൽ മക്കളോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. വിജ്ഞാനികൾ എന്ന് അവകാശപ്പെടുന്ന യഹൂദ റബ്ബിമാർ ചെയ്തു വന്നിരുന്ന പ്രധാനപ്പെട്ട തിന്മയെ വിമർശിക്കുകയും അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുകയുമാണിവിടെ. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കുക, സത്യം മറച്ചുവെക്കുക, ഇവ രണ്ടും യഹൂദ പൗരോഹിത്യത്തിന്റെ സ്വഭാവമാണ്. വേദഗ്രന്ഥങ്ങളായി അവർ പരിഗണിക്കുന്ന രചനകളിൽ മുതൽ അവരുടെ വേദവ്യാഖ്യാനങ്ങളിൽ വരെ അതിനുള്ള ഉദാഹരണങ്ങൾ കാണാനാവും. ദൈവികമായ സത്യങ്ങളാണ് അവരുടെ കൈകളിലുള്ള യഥാർത്ഥ വേദത്തിലുള്ളത്. പക്ഷേ മാനുഷികമായ കരവിരുതുകളാൽ അവ മലീമസമാക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക വചനങ്ങൾ ഏതൊക്കെയാണ്, മാനുഷിക വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവ കൂട്ടിക്കലർന്നാണ് കിടക്കുന്നത്. സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യാക്കോബ് മഹാനായ ദൈവദൂതനും ദൈവദാസനുമായിരുന്നുവെന്ന സത്യത്തോടൊപ്പം ദൈവവുമായി മല്ലയുദ്ധം നടത്തി വിജയിച്ചതിനാലാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചത് എന്ന അസത്യത്തെയും അവർ കൂട്ടിക്കുഴച്ചിരിക്കുന്നു. ഇബ്രാഹിം തന്റെ ഏകജാതനെ ബലിയെറുക്കാൻ കൊണ്ടുപോയി എന്ന സത്യത്തോടൊപ്പം ആ ഏകജാതൻ ഇസ്ഹാക്ക് ആയിരുന്നുവെന്ന അസത്യത്തെയും അവർ കൂട്ടിക്കുഴച്ചിരിക്കുന്നു. ഇങ്ങനെ ദൈവസങ്കല്പത്തിലും ചരിത്രത്തിലുമെല്ലാം സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധരായ ദൈവദൂതന്മാരിൽ പലരും തോന്നിവാസികളായിരുന്നുവെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്ക് തോന്നിപ്പോകുന്നത്. ഏകനും അദ്വിതീയനും അന്യൂനനും അജയ്യനുമായ അള്ളാഹുവിനെ കുറിച്ച് പോലും തെറ്റായ ധാരണകൾ ഉണ്ടാവുന്നതിന് വേദപാരായണം നിമിത്തമാകുന്നതിന് കാരണവും ഇതുതന്നെ. സത്യം മറച്ചുവെക്കരുത് എന്ന കൽപ്പന സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന കൽപ്പനയുടെ അനുബന്ധമാണ്. വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ പലതും യഹൂദ റബ്ബിമാർ സാധാരണക്കാരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു. ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലിശയ്ക്കെതിരെ തോറ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഇസ്രായേലിയർക്കിടയിൽ നിന്ന് മാത്രമാണ് പലിശ വാങ്ങാതിരിക്കേണ്ടത്, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാം എന്ന രൂപത്തിൽ അത്തരം കൽപ്പനകളെ മാറ്റിയെഴുതുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താണ് അവർ ലോകത്തെ ഏറ്റവും വലിയ പലിശ വ്യാപാരികളായി തീർന്നത്. വിവാഹിതരായ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള വേദകൽപ്പന വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മറച്ചുവെച്ചവരോട് യഥാരൂപത്തിൽ വേദപാരായണം നടത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി ഹദീസുകളിലുണ്ട്. തങ്ങളുടെ വേദങ്ങളിലുണ്ടായിരുന്ന മുഹമ്മദ് നബിയെ കുറിച്ച വ്യക്തമായ പരാമർശങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് അവർ നബി നിഷേധികൾക്ക് മുന്നിൽ നടക്കുന്നവരായി തീർന്നത്. തങ്ങളുടെ സ്വാർത്ഥതകൾ സംരക്ഷിക്കുന്നതിനായി സത്യം മറച്ചുവെക്കുക എന്ന തൽമൂദിയൻ റബ്ബിമാരുടെ നിലപാട് തന്നെയാണ് അന്താരാഷ്ട്ര വ്യവഹാരങ്ങളിൽ ഇസ്രയേൽ രാഷ്ട്രം ഇന്നും പിന്തുടരുന്നത്. സത്യം മറച്ചുവെക്കരുത് എന്ന ഇസ്രായേലിയരോടുള്ള ദൈവിക നിർദ്ദേശം അന്നും ഇന്നും പ്രസക്തമാണെന്നർത്ഥം. സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്, സത്യം മറച്ചുവെക്കരുത് എന്നീ കൽപ്പനകൾക്ക് ശേഷമുള്ള നിങ്ങൾ അറിവുള്ളവരുമാണല്ലോ എന്ന പരാമർശം ഈ കൽപ്പനകളിൽ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് യഹൂദ റബ്ബിമാരും പണ്ഡിതരുമാണെന്ന് വ്യക്തമാക്കുന്നു.
വേദഗ്രന്ഥങ്ങളെ വികലമാക്കിയും ദൈവിക കൽപ്പനകളെ വക്രീകരിച്ച് അവതരിപ്പിച്ചതുമെല്ലാം അവരായിരുന്നുവെന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് അവർ ദൈവകോപത്തിന്റെ പാത്രീഭൂതമായത്. മുത്തക്കികളുടെ സവിശേഷതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ സൂറത്തിലെ 3-ാമത്തെ ആയത്തിൽ അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ പ്രതിഫലനമാണ് ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്ന കൽപ്പന. നമസ്കരിക്കണമെന്ന നിർദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രം പഠിപ്പിക്കപ്പെട്ടതല്ലെന്നും പൂർവ്വ പ്രവാചകന്മാരും നമസ്കാരം നിർവഹിച്ചിരുന്നുവെന്നും ഖുർആനിൽ പലതവണ പ്രസ്താവിക്കുന്നുണ്ട്. 2-ാം അധ്യായം 125-ാം സൂക്തം, 3-ാം അധ്യായം 39-ാം സൂക്തം, 3-ാം അധ്യായം 43-ാം സൂക്തം, 14-ാം അധ്യായം 37-ാം സൂക്തം, 14-ാം അധ്യായം 40-ാം സൂക്തം, 19-ാം അധ്യായം 31-ാം സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് സുജൂദ് അഥവാ സാഷ്ടാംഗ പ്രണാമം. അത് പ്രവാചകന്മാരിൽ പലരും നിർവഹിച്ചതായി ബൈബിളിൽ കാണാം. ഇബ്രാഹീമും ഉൽപ്പത്തി പുസ്തകം 17:3, അദ്ദേഹത്തിന്റെ ദാസനും ഉൽപ്പത്തി പുസ്തകം 24:51 മുതൽ 53 വരെ, യോസേഫും ഉൽപ്പത്തി പുസ്തകം 48:11-13 വരെ, മോശയും പുറപ്പാട് പുസ്തകത്തിൽ 34:7 മുതൽ 9 വരെ, ഹാറൂണും സംഖ്യാപുസ്തകത്തിൽ 14:5, യോശുവയും യോശുവ പുസ്തകത്തിൽ 5:13 മുതൽ 15 വരെ, യൂദായും 2 ദിനവൃത്താന്തത്തിൽ 20:17 മുതൽ 19 വരെയും, ദാവീദും 1 സാമുവലിൽ 24:7 മുതൽ 9 വരെയും, യസ്രായും സമൂഹവും നെഹേമിയ പുസ്തകത്തിൽ 8:5 മുതൽ 7 വരെയും, ദാനിയേലും ദാനിയേൽ പുസ്തകത്തിൽ 10:14 മുതൽ 16 വരെയും, യേശുവും മാർക്കോസ് വിശേഷത്തിൽ 14:34 മുതൽ 36 വരെയും, അദ്ദേഹത്തിന്റെ അപ്പോസ്തലന്മാരുമെല്ലാം മത്തായി സുവിശേഷത്തിൽ 17:5 മുതൽ 7 വരെയും സാഷ്ടാംഗം നമസ്കരിച്ചതായി ബൈബിളിൽ കാണാം. ഇസ്രായേല്യർ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചതായും ബൈബിളിലുണ്ട്. 2 ദിനവൃത്താന്തത്തിൽ 7:2 മുതൽ 4 വരെ. നമസ്കാരം നിലനിർത്തണമെന്ന ഇസ്രായേല്യരോടുള്ള കൽപ്പന പൂർവ്വ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉൾക്കൊള്ളുന്നതെന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രം പഠിപ്പിക്കപ്പെട്ടതല്ല നമസ്കാരം എന്ന വസ്തുതയും ഇത് വ്യക്തമാക്കുന്നു. സക്കാത്ത് കൊടുക്കണമെന്ന ദൈവിക നിർദ്ദേശത്തിന്റെ സ്ഥിതിയും ഇതുതന്നെയാണ്. പൂർവ്വ പ്രവാചകന്മാരിൽ പലരിലൂടെയും സക്കാത്ത് പഠിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. 21-ാം അധ്യായത്തിൽ 73-ാം സൂക്തം, 19-ാം അധ്യായത്തിൽ 30-31 സൂക്തങ്ങൾ, 19-ാം അധ്യായത്തിൽ 54-55 സൂക്തങ്ങൾ. സമ്പത്തിന്റെ ദശാംശം അബ്രഹാം ദൈവത്തിന് നൽകിയതായി ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം 14:20. അക്കാലത്ത് സമ്പത്തിന്റെ 10-1 സക്കാത്ത് നൽകാനുള്ള കൽപ്പനയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മോശെ പ്രവാചകന്റെ കാലത്തെ യുദ്ധാർജിത സമ്പത്തുക്കളുടെ സക്കാത്തിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിലുണ്ട് 31-37 മുതൽ 40 വരെ. വർഷം തോറും കാർഷിക സമ്പത്തിന്റെ 10-1 കർത്താവിനായി നൽകണമെന്ന തോറ കൽപ്പന ആവർത്തന പുസ്തകത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് 14:23. സക്കാത്ത് നൽകണമെന്ന കൽപ്പനയും ഇസ്രായേല്യർക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുകയും അവർ പിൽക്കാലത്ത് വിസ്മരിക്കുകയും ചെയ്തതാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. നമസ്കാരത്തെ പോലെ തന്നെ സക്കാത്തും നൽകുന്നതോടെ മാത്രമേ തങ്ങൾ ആദരിക്കുന്ന ദൈവദൂതന്മാർ പഠിപ്പിച്ച പാതയിൽ ഇസ്രായേല്യർ എത്തിച്ചേരുകയുള്ളൂവെന്ന് വ്യക്തമാക്കുകയാണിവിടെ. അങ്ങനെ ചെയ്യാൻ അവർ സന്നദ്ധമാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ മാർഗദർശനം ചെയ്യുന്ന മുത്തക്കികളിൽ അവർ സ്വാഭാവികമായും ഉൾപ്പെടുകയും ചെയ്യും. തല കുനിക്കുക അഥവാ റുക്കൂ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പ്രത്യേകമായി റുക്കൂ എടുത്തു പറഞ്ഞത് എന്തിനാണ്? ഇവിടെ കേവലം റുക്കൂ ചെയ്യുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തല കുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തല കുനിക്കുകയും ചെയ്യുക എന്നാണ്. ഇത് സംഘ നമസ്കാരത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഒറ്റയ്ക്കല്ല, ഒന്നിച്ചു ചേർന്നാണ് നമസ്കരിക്കേണ്ടത് എന്ന സന്ദേശം നൽകുന്നതാണ് ഈ കൽപ്പന. ഒപ്പം തന്നെ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുകയല്ല, അത് തുറന്ന് പ്രഖ്യാപിച്ച് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാകാനാണ് ഇസ്രായേൽ മക്കൾ സന്നദ്ധമാകേണ്ടത് എന്ന സൂചനയും ഈ വചനാന്ത്യം ഉൾക്കൊള്ളുന്നു. റുക്കൂ ചെയ്യുക മാത്രമല്ല, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം ഒരുമിക്കുകയാണ് വേണ്ടതെന്നാണല്ലോ ഈ വചനം നിർദ്ദേശിക്കുന്നത്.